അപ്പം എല്ലാവർക്കും സ്വാനാസ് വേളിലേക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം. ഇത് ഞങ്ങൾ ഹോളിഡേക്ക് കപ്പഡോക്യയിൽ പോയപ്പം ഞങ്ങൾ അവിടെ ഹോട്ട് എയർ ബലൂൺ റൈഡിന് പോയി. അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത് വൺ ഓഫ് ദി എന്താ പറയുന്ന ഒരു ഭയങ്കര സ്പെക്ടാക്കുലർ വ്യൂ ആയിരുന്നു. ഞങ്ങൾ രാവിലെ 4 മണിക്ക് ഹോട്ടലിൽ നിന്ന് എണീറ്റ് ഈ ഹോട്ട് എയർ ബലൂൺ റൈഡ് നടക്കുന്ന സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുപോയി. അത് ബലൂണൊക്കെ ലോഡ് ചെയ്യുന്നതൊക്കെ നമ്മളെ കാണിക്കും. അത് ഭയങ്കര ഒരു രസം അത് ചെയ്യുന്ന കാണാം. ഇതുകൊണ്ട് കാണുന്നതെല്ലാം പല പല മലയിൽ നിന്ന് മൗണ്ടൻസിൻ്റെ മണ്ടയിൽ നിന്ന് ബലൂൺസ് അവരിങ്ങനെ വിടും. ഒത്തിരി ഒരു 100 കണക്കിന് ബലൂൺസ്, ഇത്രയൊന്നുമല്ല. അപ്പോൾ അത് ബലൂൺ നമുക്ക് ലോഡ് ചെയ്യുന്ന കാണാൻ ഭയങ്കര രസം. ഞാൻ ആക്ച്വലി അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പം ഈ കാണുന്നത് എല്ലാം വോൾക്കാനിക് ഇറപ്ഷൻസ് കൊണ്ട് മില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പേ ഉണ്ടായി വന്നേക്കുന്ന മൗണ്ടൻസും ഒക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. മൗണ്ടൻസ് ആൻഡ് വാലീസ്. ഇതൊന്നും മാൻമെയ്ഡ് അല്ലെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതെല്ലാം പ്രകൃതിയുടെ നാച്ചുറൽ ഇതായിട്ട് വോൾക്കാനിക് ഇറപ്ഷനുകൾ ഉണ്ടായി വന്ന. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ബലൂണിൻ്റെ, ഞങ്ങൾ ബലൂണിനകത്താണ്. അതിൻ്റെ എന്താ പറയുന്നത്, അവർ ഇങ്ങനെ ഫയർ ചെയ്താൽ ബലൂൺ മുന്നോട്ട് പോകുന്നത്. ഇത് കണ്ടോ, എന്ത് രസമാണെന്നറിയാമോ. അയ്യോ, ഒരു അറൗണ്ട് ഒരു 6 o'clock രാവിലെ ടൈമായ സമയം. അവിടുത്തെ പല കളറിലാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന താഴെ കാണുന്ന പല പല കളറിൽ. ഇതിനകത്തൊക്കെ മനുഷ്യർ ജീവിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പേ മനുഷ്യർ ജീവിച്ചുകൊണ്ടിരുന്നതാണ്. ഒത്തിരി നാളുകൾ ആൾക്കാർ, ഇവിടെ സ്റ്റെപ്പൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് ആൾക്കാർ ക്രോൾ ചെയ്താണ് ഒരു സ്ഥലത്തു നിന്ന് മറ്റേ സ്ഥലത്തോട്ട് വരെ അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ കിടക്കുക ഏക്കർ കണക്കിന്. അതിൻ്റെയൊക്കെ ആ ഷേപ്പൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഈ ക്യാമറയ്ക്കകത്തൊക്കെ കാണുന്നതിനെക്കാട്ടിലും ഭയങ്കര രസമാണ് നമ്മളത് നേരിട്ട് കാണാൻ വേണ്ടി. നിങ്ങൾക്കൊരു അവസരം കിട്ടുവാണെങ്കിൽ കപ്പഡോക്യയിലെ ഈ ഹോട്ട് എയർ ബലൂൺ റൈഡ് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു സംഭവമാണ്. വൺ ഓഫ് ദി എന്താ പറയുന്നത് എന്താണ് പറയുന്നത്, അൺറിമാർക്കബിൾ കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. സ്പെക്ടാക്കുലർ വ്യൂ എന്നൊക്കെ പറഞ്ഞ ഇതാണ്. ഞങ്ങൾ ഒത്തിരി സ്ഥലത്ത് ഹോളിഡേക്ക് പോയിട്ടുണ്ട്. ഇതെൻ്റെ വൺ ഓഫ് ദി ഫേവററ്റ് ഡെസ്റ്റിനേഷനാണ്. ഇനിയും എനിക്കവിടെ പോകണമെന്ന് ആഗ്രഹമുള്ള സ്ഥലങ്ങളിലൊന്നാണത്. പിന്നെ ഞങ്ങളെ അവർ ലാൻഡ് ചെയ്ത് ക്രാഷ് ലാൻഡിങ് ആണോ ചെയ്തത്. അവർ ലാൻഡ് ചെയ്യുമ്പോൾ ചോദിക്കും, ക്രാഷ് ലാൻഡിങ് ആണോ നിങ്ങൾക്ക് വേണ്ടിയത് അതോ സോഫ്റ്റ് ആണോ എന്ന്. ഞാനൊക്കെ സോഫ്റ്റാണ് പറഞ്ഞത്. ഞങ്ങളുടെ കൂടെ ഒരു അറൗണ്ട് 30 people ബലൂണിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു ക്രാഷ് ലാൻഡിങ് എന്ന്. ഞാൻ ക്രാഷായിട്ടാണ് വന്ന് ലാൻഡ് ചെയ്തത്. ഇതിപ്പോൾ ഞങ്ങൾ മേലിലാണ്, പൊങ്ങിക്കൊണ്ടിരിക്കുക, താഴോട്ട് വന്നിട്ടില്ല. ഇപ്പം അപ്പുറത്തെ മലയിലൊക്കെ ഉള്ള ആൾക്കാരാണ് ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുവാണ്. എല്ലാം അതിൻ്റെ അകത്ത് നിന്നുള്ള വ്യൂസാണ് ഇതൊക്കെ. താഴോട്ട് വന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ. ഇത് ഇന്ന് മേലെ നിന്നുള്ള വ്യൂ. എൻ്റെ രസമല്ല ഇത് കാണാൻ വേണ്ടി. പ്രകൃതിയുടെ ഇതെന്ന് പറയുന്നത് ഇതൊക്കെയാണ്. കപ്പഡോക്യയിലെ ഒരു റോക്കാണ്. ഈ കാണുന്ന റോക്കിനകത്ത് 2000 ആൾക്കാരുടെ വീടായിരുന്നു ഇത്. ഈ കാണുന്നത് ഇതെല്ലാം ഇത് വോൾക്കാനിക് ഇറപ്ഷൻ കൊണ്ട് ഉണ്ടായേക്കുന്നതാണ്. ഇത് 15 million years ago ഉണ്ടായതാണ്. എന്നിട്ട് ആൾക്കാർ ഇത് കാർവ് ചെയ്ത് അവരുടെ വീടാക്കി. ഈ കാണുന്നതിനകത്ത് 2000 ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്നതാണ്. മൈ ഗോഷ്, ദിസ് ഈസ് അസ്റ്റോണിഷിങ്. ആൻഡ്